പള്ളിയിലൊക്കെ കയറിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോഴാണ് തൃശ്ശൂരിലേക്കുള്ള വഴി മനസ്സിലായത്. അപ്പോൾ പിന്നെ പടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി റോഡ് ഒക്കെ കയറി അങ്ങ് തൃശ്ശൂരിലെത്താൻ വിചാരിച്ചു. പോണ വഴിക്ക് എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിലും കയറി. അവിടെയാണെങ്കിൽ ഊണായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. 3 കറികളും പിന്നെ സാമ്പാറും പിന്നെ സ്പെഷ്യലായിട്ട് ഒരു മീനുമാണ് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ സൂവിൻ്റെ അവിടെ എത്തി. ടിക്കറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ സൂവിൻ്റെ അകത്തേക്ക് കയറി. ആദ്യം തന്നെ പക്ഷികളൊക്കെ കണ്ടത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നടന്ന് കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു. ഓസ്ട്രിച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റി. ഇത് വോൾച്ചറാണ്, അടിപൊളിയായിട്ടില്ലേ. അവിടെ എല്ലാം ഇതിൻ്റെ മുന്നിൽ ബോർഡ് ഉണ്ട് കേട്ടോ. വോൾച്ചർ, ഈഗിള്, പാരറ്റ് എന്നീ സാധനങ്ങളൊക്കെയാണ് ആദ്യം തന്നെ കണ്ടത്. പിന്നെ ഇത് ഔള്, ഇതിൻ്റെ ഇതിന് വൈറ്റ് ഔളോ ബ്രൗൺ ഔളോ എന്തോ സംതിങ് ആണ്. അങ്ങനെ അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഒരു മുള്ളമന്തിനെ കണ്ടത്. മുള്ളമന്തിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ കേവിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പിന്നെ മാനിനെ കണ്ടു. മാൻ കാട്ടിൻ്റെ അകത്തായിരുന്നു. പിന്നെ കുറുക്കനെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നിട്ട് വീണ്ടും മാനിനെ കണ്ടു. പിന്നെ പോയി ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ഏറ്റവും രസകരമായി മാറ്റിയത് ഈ ട്രിപ്പിനെ ഈ ഓസ്ട്രിച്ച് ആയിരുന്നു. ഇതാണെങ്കിൽ നല്ല പോസ് ചെയ്യാൻ വേണ്ടി ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് വന്നു. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാണം കൊണ്ടാണോ അതോ ഞങ്ങൾ മടുത്തിട്ടാണോ എന്ന് അറിയത്തില്ല. അവരാണെങ്കിൽ പോയി. പിന്നെ അവിടെ നേരെ ഞങ്ങൾ സിംഹത്തിൻ്റെ മലയിലേക്കാണ് പോയത്. സിംഹമാണെങ്കിൽ ഞങ്ങൾ കാണാനായിട്ട് അധികം മൈൻഡ് വെച്ചില്ല. പക്ഷേ ടൈഗർ ആണെങ്കിൽ അവിടെ കിടപ്പായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള ടൈഗർ ആണെങ്കിൽ ഞങ്ങൾക്ക് മുഖം പോലും തന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു സിംഹം ഗർജിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് അത്ര വയ്യാത്ത പോലെയാണ് തോന്നിയത്. മരുന്നും കാര്യങ്ങളും പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് മരുന്നും എല്ലാം കുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന്. കാരണം ആ രീതിയിലായിരുന്നു എല്ലാവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾ പതി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഇവിടെ ഒരു സിംഹമുണ്ട്. പക്ഷേ അത് കാണാൻ വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല. ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ സൈഡിലുണ്ടായിരുന്നു. അത് പിന്നെ എഴുന്നേറ്റും ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ നടന്നത് പാന്തറിൻ്റെ അടുത്തേക്കാണ്. ഇത് പാന്തർ അടിപൊളിയായിട്ടില്ലേ, ഭയങ്കര അടുത്തായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ 3-4 സ്ഥലങ്ങൾ എല്ലായിടത്തും കാണുന്ന കുരങ്ങന്മാർ ഇവിടെയും ഉണ്ടായിരുന്നു. പാവം അതുങ്ങളെ കൂട്ടി കയറ്റിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് എന്തൊക്കെയോ പക്ഷികൾ, കോഴിനെ പോലെ ഇരിക്കുന്ന ഒരുപാട് പക്ഷികൾ ഇവിടെ കാണായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതിയെ നടക്കാനായിട്ട് തുടങ്ങി. മുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഹിപ്പോ, മുതല എന്നീ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പീക്കോക്ക്, എല്ലാവരും കാണുന്ന പീക്കോക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പീക്കോക്കിൻ്റെ കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കാൻ തുടങ്ങി. പിന്നെ അടുത്താണ് വിറ്റ്. അതെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ഒരു ലോഗോ എന്ന് പറയാം. ഒരുപാട് തരത്തിലുള്ള പാമ്പും അനാക്കോണ്ടയും ചേരയും എന്നിവയുള്ള എല്ലാ അത്യാവശ്യ പാമ്പുകളും ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി. ഒരു സ്നേക്ക് മ്യൂസിയം, ഓരോ പാമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ നിൽക്കുന്നില്ല. അവർ ഒളിച്ചൊക്കെ കേൾക്കണം. ഇതാണ് മേളിലൊക്കെ നിൽക്കുന്നത്. അതേപോലെ ഇങ്ങനെ ചിലവർ മേളിലായിരിക്കും, ചിലർ താഴത്തായിരിക്കും, ചിലർ മണ്ണിൻ്റെ അടിയിലായിരിക്കും, ചിലർ കാണാൻ പോലും കിട്ടത്തില്ല. അത്രയൊക്കെ ഒളിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അതായിരുന്നു അവസാനത്തെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സൂയിൽ ഇറങ്ങി പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണേ.